അലീനെ എല്ലാവരുടെയും കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ വീടെത്തുന്നുണ്ട്. ആൻ്റപ്പനും വിനോദും ചോദിക്കുന്നുണ്ട്, എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞോ ഈ ഒരു ദിവസം കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ നമ്മളുടെ ഫാക്ടറിയും എസ്റ്റേറ്റും ഒക്കെ? അപ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും പോയി കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൂട്ടി പറയുന്നുണ്ട്. അലീന സ്റ്റാൻലിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ എവിടെയെങ്കിലും ഓർഫനേജ് ഉണ്ടോ, അവിടേക്ക് കൂടി ഒന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. കിളിമാനൂരും പിന്നെ ഞാൻ നിന്ന പാലായിലും ഓർഫനേജ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഇവിടെയും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അവിടേക്കൊന്ന് പോകണം, അവിടുത്തെ കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, എസ്റ്റേറ്റും വരുമാനവും ഇതൊക്കെ നിനക്ക് പറഞ്ഞു തന്നതാണോ പ്രശ്നമായത്, അതുകൊണ്ടാണോ നീ ഇവിടേക്കൊക്കെ സംഭാവന കൊടുക്കണമെന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അവിടെയല്ലേ എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റാൻലിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഓർഫനേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരികയാണ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അവിടെയാണ്, എന്നെ അങ്ങോട്ട് തന്നെ വിട്ടേര് എന്ന് പറഞ്ഞിട്ട് അലീന സ്റ്റാൻലിയുടെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി എന്നെ ഇഷ്ടമല്ല എന്നുള്ളത്, ഞാനും ഓർഫനേജിൽ നിന്നാണല്ലോ വന്നത്, അതുകൊണ്ടല്ലേ എന്നെ ഇഷ്ടമല്ലാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഞാൻ എൻ്റെ മകളായി നിന്നെ സ്വീകരിച്ചത്, ഇടയ്ക്കിടയ്ക്ക് അനാഥാലയത്തിൽ വളർന്നതാണ് എന്നുള്ളത് പറയണ്ട എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്. എന്നോട് ആരും ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല, ആർമിയിലായിരുന്നപ്പോഴും വീട്ടിലായിരുന്നപ്പോഴും ഒരാളും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, എനിക്കൊരു നല്ല കാലം വരുമ്പോൾ ഞാൻ അവരെയും ഓർക്കണ്ടേ, ഞാൻ ഇത്രയും കാലം ജീവിച്ചത് അവിടെയല്ലേ, കുഞ്ഞു മക്കളുള്ളതല്ലേ, അപ്പോൾ 2-3 ഓർഫനേജിലേക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ പറ്റുമോ എന്നല്ലേ ഞാൻ ചോദിച്ചത്, ഞാൻ മാത്രം തിന്നുകൊഴുത്ത് ജീവിച്ചാൽ മതിയോ, അവർക്കും എന്തെങ്കിലും എന്നെക്കൊണ്ടൊരു സഹായം വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലിയുടെ മകളെ ഒരു ഓർഫനേജാണ് വളർത്തിയതെങ്കിൽ 23 വർഷം വളർത്തിയില്ലേ, അപ്പോൾ ഒരു 10 ഓർഫനേജിലേക്കെങ്കിലും 23 വർഷം സംഭാവന ചെയ്യണം പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി അവതക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല, ഞാൻ എന്ത് ചെയ്താലും അത് ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടുമില്ല, ഇവളെന്തിനാ അപ്പച്ച എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഓർഫനേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇറിറ്റേഷനാണ്, ഫ്രസ്ട്രേഷനും വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവതക്കുട്ടി പറയുന്നുണ്ട്, എനിക്കും കേൾക്കുമ്പോൾ ദേഷ്യമൊക്കെ വരുന്നുണ്ട്, പക്ഷേ അവൾ പറയുന്നതും കാര്യമല്ലേ, അവൾ അവിടെ ജീവിച്ചത് കൊണ്ടാണ്, അവൾ നല്ലൊരു കാര്യമല്ലേ പറഞ്ഞത്, അവൾ ഒരു അനാഥാലയം തുടങ്ങണം എന്ന് പറഞ്ഞാലും ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സ്റ്റാൻലി പറയുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ അതും പറയും, അപ്പച്ചൻ തന്നെ അവൾക്ക് സപ്പോർട്ട് ചെയ്യണം, അപ്പച്ചൻ അവളെ പേടിയാണ്, ചിന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ പുറകെ നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അപ്പച്ചനാണ്, പണ്ട് ഉണ്ടായ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പച്ചൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൊള്ളുകയും ചെയ്യും പൊള്ളുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചനെയും കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അതുകുട്ടി പറയുന്നുണ്ട്, എടാ അവളുടെ മനസ്സും നല്ലതായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട, അവളുടെ അപ്പച്ചൻ്റെ അടുത്തല്ലേ അവൾ ഇതെല്ലാം പറഞ്ഞത്. അപ്പോഴേക്കും വൈജയന്തി വീട്ടിലേക്ക് ഒരു വേലക്കാരിയെ കൊണ്ടുവരുന്നുണ്ട്. ബബിതയുടെ അടുത്തും കൃഷ്ണൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഇനി നിങ്ങൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കാര്യവും സുനിത നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, മലപ്പുറം കത്തിയും അമ്പും വില്ലും കോടാലിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിലേ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സുനിതയെ പേടിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവർക്കാരാണ് ഇനി ശമ്പളം കൊടുക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പറയുന്നുണ്ട്. ബബിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇനി ഇവിടെ ഒരു വേലക്കാരിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ വേലക്കാരുടെ ആവശ്യമൊന്നും ഇല്ല അച്ഛാ, അമ്മ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അന്നേരം സുനിത എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ നിൽക്കുന്ന ടൈമിൽ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ വിളമ്പാൻ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.